ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായ വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവുമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിനായി ഞാൻ 5-8 മണിക്കൂർ മുമ്പ് തന്നെ പച്ചരി എല്ലാം കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തിലിട്ട് കുതിർക്കാനായി വെക്കുകയാണ്. അരി കുതിരാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് മാറ്റി വെക്കാം. അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരയ്ക്കാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1-2 ചുവന്നുള്ളിയും അല്പം ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഈ ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂൺ ചോറും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. അങ്ങനെ മാവെല്ലാം നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരച്ച് വെച്ച മാവിൽ നിന്ന് 1 സ്പൂൺ മാവെടുത്ത് നല്ലതുപോലെ ഒന്ന് കപ്പി കാച്ചി ചേർക്കാൻ വേണ്ടി എടുക്കാം. ഇനി ആ കപ്പി കാച്ചിയ മാവെടുത്ത് നമുക്ക് തണുക്കാനായി വെക്കണം. എന്നിട്ട് നമുക്ക് അരച്ച മാവിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കണം കേട്ടോ. ഇങ്ങനെ കപ്പ് കാച്ചി ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിന് നല്ല മയം കിട്ടും കേട്ടോ. അങ്ങനെ ആ കപ്പ് കാച്ചി വെച്ച മാവെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് ഇളക്കി ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാവെള്ളവും കൂടി ഞാൻ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് അരിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിച്ച് വന്ന മാവിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇളക്കി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറിന് ശേഷം മാത്രമേ അപ്പം ചുടാനായിട്ട് ഈ മാവ് എടുക്കാവുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ അരമുറി തേങ്ങ കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് വെക്കാറില്ല കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പുളിച്ച് പൊങ്ങിപ്പോവും. അങ്ങനെ തേങ്ങയെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അടച്ച് മാറ്റി വെച്ചേക്കുന്ന മാവിലേക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാവെല്ലാം പുളിച്ച് സെറ്റായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിന് കറിയായി എടുക്കുന്നത് ഞാൻ ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കുക്കറിൽ വെച്ച് 2-3 വിസിലൊന്ന് നമുക്ക് അടിച്ചെടുത്ത് താത്ത് വെക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചേർക്കാൻ വേണ്ടി സവാളയും പച്ചമുളകും ബീൻസും ഒക്കെ അരിഞ്ഞെടുക്കണം. അങ്ങനെ അതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഞാൻ 1 തേങ്ങ നല്ലതുപോലെ തിരുമ്മിയെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയെല്ലാം തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിച്ചെടുത്ത തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് 1-ാം പാലും 2-ാം പാലും വെവ്വേറെ മാറ്റി വയ്ക്കാം. ഇനി സ്റ്റ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുക്കർ തന്നെയാണ് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത്. സമയക്കുറവുള്ളത് കൊണ്ട് പെട്ടെന്ന് കുക്കറിനകത്ത് തന്നെ പാചകം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ധൃതി പിടിച്ചുള്ള പാചകം ചെയ്യുമ്പോൾ മിക്കവാറും കുക്കറിനകത്താണ് എല്ലാം ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് കാര്യം സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാലുണ്ടല്ലോ, അത് വേണം ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളെല്ലാം എടുക്കാം. അതിനായി കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വെന്ത് വന്നിരിക്കുന്ന പച്ചക്കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാലയെല്ലാം ഒന്ന് ഇതിനകത്തേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് ചൂടാകുക മാത്രമേ ആകാവുള്ളൂ കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തില്ല. ഒരു ഇച്ചിരി പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതെന്തിനാണെന്നറിയാമോ? എൻ്റെ കയ്യിൽ ഇച്ചിരി കോൺഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ ആ ബാക്കി വന്ന പാലിനകത്തേക്ക് ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കറി നല്ലതുപോലെ ഒന്ന് പെട്ടെന്ന് കുറുകി വരും. ഞാനിത് ചേർത്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. അല്ലെങ്കിൽ കിഴങ്ങ് തന്നെ നമ്മളൊന്ന് നല്ലതുപോലെ കുത്തി ഉടച്ചിട്ട് കൊടുത്താൽ കറി അങ്ങ് തനിയെ കുറുകി വന്നോളും കേട്ടോ. അങ്ങനെ കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് കറി ഒന്ന് പെട്ടെന്ന് കുറുകി വരും. കണ്ടോ? അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ കറി എത്ര സെറ്റായി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി വെക്കാം. കൂട്ടുകാരെ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരെന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കറി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് അപ്പം ചുട്ടെടുക്കണം. അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ? നല്ലതുപോലെ മാവ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത മാവ് നല്ലതുപോലെ ഒന്ന് പെതിയെ ചുറ്റിച്ചെടുക്കണം. എന്നിട്ട് അതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് കുറേശ്ശെയായി മാവ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അപ്പമെല്ലാം ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ വളരെ സ്വാദേറിയ പഞ്ഞി പോലുള്ള വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും റെഡിയായി വന്നിട്ടുണ്ട്. പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റെല്ലാ കൂട്ടുകാരും ഷെയറും ലൈക്കും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്വാദേറിയൊരു പ്രഭാത ഭക്ഷണത്തിൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.